സ്ഥലത്തിന്റെ കടം ഉടനെ തീരുന്ന ശരത്ത് പറയുന്നു. ആ തീരട്ടെ. അപ്പൊ കല്യാണം നടത്തേണ്ടി വരും. ആലോചിക്കാം. ആലോചിക്കാനൊന്നുമില്ല, എത്രയും പെട്ടെന്ന് തന്നെ അത് നടത്തണം. ഈ വീടിനെതിരെ നാട്ടുകാർ പലതും പ്രചരിപ്പിക്കുന്നുണ്ടെന്നറിയാലോ. ശരത്തിന്റെ മനസ്സ് മാറില്ല, പക്ഷെ അതുപോലെയല്ല പ്രഭാവതി. പ്രഭാവതിയുടെ മനസ്സ് മാറിയാലോ? മാറുന്നെങ്കിൽ മാറട്ടെന്നേ. എന്റെ മോക്കെ അവനേക്കാൾ നല്ല ചെറുക്കനെ വേറെ കിട്ടും. അങ്ങനെ ഇപ്പൊ വേറൊരുത്തനെ നോക്കണ്ട. നിത്യയ്ക്ക് അവൻ തന്നെ മതി. അവര് തമ്മിൽ നല്ല ചേർച്ചയാ. എന്ത് കുറവാ ശരത്തിനുള്ളത്? ഒറ്റ മോൻ, കാശിന് കാശ്, അവൻ മതി. ഞാനിപ്പോ എന്നാ വേണ്ട എന്റെ പാർവതി? പറഞ്ഞാ ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയാം. എന്നാലും ചെയ്യാതിരിക്കാൻ പറ്റൂ? പൊന്നു കഴിക്കുന്ന മരമാണെങ്കിലും പുരയ്ക്ക് മീതെ ചാഞ്ഞ എന്ത് ചെയ്യും? വെട്ടിക്കളയും. എന്റെ പാർവതി, നീ എന്നെ പറഞ്ഞോണ്ട് വരുന്നേ? ദേവികയെ കുറിച്ച്. നിത്യയുടെ കല്യാണത്തിന് മുൻപ് ദേവിക എവിടുന്ന് മാറ്റണം. മാറ്റാനോ? എങ്ങോട്ട്? 30 ദിവസത്തിനകം പോകാന്ന് പറഞ്ഞത് എങ്ങോട്ടായിരുന്നു? അങ്ങോട്ട് തന്നെ. അതൊന്നും ശരിയാവത്തില്ല. അത് അപ്പോഴത്തെ അവസ്ഥയില്. ഇപ്പൊ ആ ഒരു മാനസികാവസ്ഥയിലൊന്നുമല്ല മോള്. ദേവിക മോള് നല്ല വിഷമത്തില്ല. ഈ സമയത്ത് നിനക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ എങ്ങനെ തോന്നുന്നു എന്റെ പാർവതി? അല്ല, ദേവിക മോൾ ഇവിടെ നിൽക്കുന്നോണ്ട് നിനക്കെന്നാ വിഷമം? ഐശ്വര്യക്കേടാ അവള്. കണ്ടില്ലേ ഓരോന്നൊക്കെ സംഭവിക്കുന്നത്? എനിക്ക് പേടിയായിട്ട് വയ്യ. നിത്യയുടെ കല്യാണം ഒരു തടസ്സവും കൂടാതെ നടക്കണമെന്ന് എനിക്കുണ്ട്. അതുകൊണ്ടാ ഇങ്ങനെ പറയുന്നത്. നിത്യയുടെ കല്യാണം ഒരു മുടക്കവും കൂടാതെ നടത്തണമെന്ന് നിനക്ക് മാത്രമല്ല, ഈ വീട്ടിൽ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതിനെ ദേവിക മോളെ ഈ വീട്ടിൽ നിന്ന് മാറ്റുമല്ല വേണ്ടത്. അതിനെ ഞാൻ സമ്മതിക്കത്തുമില്ല. 30 ദിവസത്തിനുള്ള ദേവിക മോള് മാറാന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതൊക്കെ നേരാ. അന്നത്തെ സാഹചര്യം അല്ലല്ലോ പാർവതി ഇപ്പോൾ ഉള്ളത്, ആണോ? ദേവിക മോൾ ഈ വീട്ടിൽ തന്നെ കഴിയും. അതിനൊരു മാറ്റം വരുത്താന്ന് ആരും മോഹിക്കണ്ട. നടക്കത്തില്ല. എനിക്ക് പെൺമക്കൾ 2. നിത്യമോളും ദേവിക മോളും. നിത്യമോക്ക് വേണ്ടി ദേവിക മോളും ദേവിക മോക്ക് വേണ്ടി നിത്യമോളും സഹിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനതിന് സമ്മതിക്കത്തുമില്ല. ചേച്ചി, കഴിക്കാനെടുക്ക. ഫുഡ് കഴിക്കാൻ പോവാണോ? എന്നാ ഇപ്പൊ കഴിക്കണ്ട. എപ്പോ കഴിക്കണം കഴിക്കണ്ടെന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്. ആളറണ്ട. ഒരു ഗസ്റ്റ് വരാനുണ്ട്. അവര് വരുമ്പോ സിദ്ധു ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നത് കാണാൻ പാടില്ല. അതെനിക്ക് കുറച്ചില്ല. ഞാൻ ഭക്ഷണം കഴിക്കുന്നത് നിനക്ക് എങ്ങനെയാടി കുറച്ചിലാവുന്നത്? അതൊന്നും പറഞ്ഞ സിദ്ധുവിന് മനസ്സിലാവില്ല. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? ഇവള് പറയുമ്പോഴേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂന്ന്. അതൊന്നും വകവെച്ച് കൊടുക്കാൻ എന്നെ കിട്ടത്തില്ല. സിദ്ധു ഭക്ഷണം കഴിക്കുന്നില്ല, എന്താ മോളെ കുഴപ്പം? ഞങ്ങൾ തമ്മിലുള്ള പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാൻ നിങ്ങൾ ആരെയും ഇങ്ങോട്ട് ക്ഷണിച്ചില്ല. നമ്മൾ ഒരുമിച്ചൊരു വീട്ടിൽ കഴിയുന്നവരല്ലേ മോളെ? അതുകൊണ്ട് അങ്ങനെ എല്ലാരും തൃപ്തിപ്പെടുത്തിയൊന്നും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഈ വേഷത്തിലാണ് ഇവിടെ നിൽക്കാൻ പോകുന്നത്. ഞാൻ അടുക്കളയിലായിരുന്നു. എന്നെ കാണാൻ ഇപ്പൊ ഒരു അതിഥി വരും. ആ സമയത്ത് ഈ കോലത്തില് അവരുടെ മുൻപിലൊന്നും വന്ന് പ്രത്യക്ഷപ്പെട്ടേക്കരുത്. എനിക്കത് നാണക്കേടാ. അപ്പോഴേക്കും അങ്ങ് തുടങ്ങിയോ കരയാൻ? അതെ, നിങ്ങളുടെ അഭിനയൊന്നും എന്റെ മുമ്പിൽ ചെലവാവില്ല. നീ ആരെന്നാണ് ഇതിന്റെ വിചാരം? വേണ്ട മോനെ, വേണ്ട. എന്റെ പേരിൽ ഈ വീട്ടിൽ വഴക്കൊന്നുണ്ടാവാൻ പാടില്ല. അങ്ങനെ ആരുടെയും സൗജന്യമൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ന്യായമാണെന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ പറയാറുള്ളൂ. അതിലാരും പരിഭവിച്ചിട്ടോ മുഖം കറുപ്പിച്ചിട്ടോ ഒരു കാര്യവുമില്ല. ഗസ്റ്റ് വരുന്നതേ എന്റെ ക്ഷണം സ്വീകരിച്ച. അവർക്ക് അപമാനം ഉണ്ടാവുന്ന വിധത്തില് ആരെങ്കിലും പെരുമാറിയ ബാക്കി അപ്പ കാണാം. സന്തോഷമായില്ല എല്ലാവർക്കും? ഇവിടെയാ ഇത്രനാളും എല്ലാവരും തോളി ചുമന്നോണ്ട് നടന്നത്. ഈ വീട്ടിൽ നിന്ന് അവളെ ഇറക്കി വിടണമായിരുന്നു. ഇനി അനുഭവിച്ചോ?
മോനെ, നീ ഭക്ഷണം കഴിക്കുന്നില്ലേ? വേണ്ട, എന്റെ വയറ് നിറഞ്ഞു. ഇത് കുഴപ്പമാവില്ല അച്ഛാ. ഇവളിങ്ങനെ പെരുമാറാൻ തുടങ്ങി എങ്ങനെയാ? എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് എന്തായാലും ഞാൻ അവളെ ഒന്ന് ഉപദേശിക്കാം. എന്നിട്ട് വേണം ഇനി അവളുടെ വായിലിരിക്കുന്ന കേൾക്കാൻ. അച്ഛൻ ഇനി അവളോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. അങ്ങനെയല്ല പ്രേമേ, ചെയ്യുന്നത് ശരിയല്ലെന്ന് ഞാൻ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. ചിലപ്പോ ഗുണമുണ്ടായാലോ. മോളെ, നിന്നെ എങ്ങനെ ഉപദേശിക്കണമെന്ന് എനിക്കറിയില്ല. അറിയാത്ത കാര്യം ചെയ്യാതിരിക്കുന്നതാ നല്ലത്. ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നു വന്നവരാ ഞങ്ങൾ. സിദ്ധു മരിച്ചു പോകുമെന്ന ഞങ്ങൾ എല്ലാവരും വിചാരിച്ചിരുന്നത്. ദൈവാനുഗ്രഹം കൊണ്ടാ അവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. നീ അവന് കുറച്ചെങ്കിലും മനസ്സമാധാനം കൊടുക്കണം. അതെന്റെ ഭാഗത്തുനിന്ന് ആരും പ്രതീക്ഷിക്കണ്ട. പുണ്യം കിട്ടാൻ വേണ്ടിയല്ല നിങ്ങളുടെ മകന്റെ ഭാര്യയായിട്ട് ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നത്. പ്രതികാരം ചെയ്യാൻ വേണ്ടി തന്നെ. അത് ഞാൻ ചെയ്തിരിക്കും. അത് ആർക്ക് വേദനിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി. ഇങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ മാത്രം അവൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? ദേവിയെ ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു. അതൊരു തെറ്റാണോ? അത് തെറ്റല്ല. അതിന്റെ പേരിൽ എന്നെ അവഗണിച്ചു, അപമാനിച്ചു. അത് തെറ്റാ. ഒരിക്കൽ കല്യാണം നിശ്ചയമെന്ന് പറഞ്ഞു ഒരു പ്രഹസനം ഉണ്ടാക്കിയത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? എന്നിട്ട് പറ്റില്ലെന്ന് പറഞ്ഞു മഹാനായ നിങ്ങളുടെ മകൻ. അന്ന് എന്റെ മനസ്സിൽ നിങ്ങൾ എല്ലാവരും കൂടി ഉണ്ടാക്കിയ മുറിവിന്റെ ആഴം എത്ര വലുതായിരുന്നു എന്ന് എനിക്ക് മാത്രമേ അറിയൂ. എല്ലാത്തിനും തിരിച്ചടി കൊടുക്കാൻ പറ്റുന്ന ഒരു ദിവസത്തിന് വേണ്ടിയാ ഇത്രയും കാലം ഞാൻ കാത്തുകാത്തിരുന്നത്. എന്റെ ഭാഗ്യത്തിന് എല്ലാം ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നടന്നു. പ്രതികാരം ചെയ്ത് ഞങ്ങളെയൊക്കെ തോൽപ്പിച്ചിട്ട് എന്ത് നേടാനാ മോളെ? ഞങ്ങൾ തോൽക്കുമ്പോ തോൽക്കുന്നത് നീയും കൂടെയാണെന്ന് ഓർക്കണം. അത് നിങ്ങളുടെ വെറും വ്യാമോഹം മാത്രം. നിങ്ങൾ തോൽക്കുമ്പോ ഞാൻ തോൽക്കല്ലേ, ജയിക്കുക ചെയ്യാം.